എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമേ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുണ്ട്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇതിനു മുമ്പ് നമ്മളെ ഫോളോ ചെയ്തിട്ടുള്ള ഓഡിയൻസിനൊക്കെ അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. എല്ലാ ബർത്ത്ഡേ ടൈമിലും ഞാൻ ആക്ച്വലി ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാറുണ്ട്. അതേപോലെയുള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന പല സിനിമകളുടെ കുറേയധികം അപ്ഡേറ്റ്സും ന്യൂസ് എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ അതിലേക്കെല്ലാമാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കാതെ നമുക്ക് തുടങ്ങിക്കാം. സോ ആദ്യം തന്നെ റീസെന്റ് മാർവൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മിനി സീരീസിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാം. കാരണം നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ആൾക്കാർ അത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. ആൻഡ് ഇനി ചെറിയൊരു സ്പോയിലർ ഞാൻ പറയാം. ആ ഒരു സീരീസിന്റെ എൻഡിങ്ങിനകത്ത് നമുക്കൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഡയറക്ട്ലി ടൈപ്പ് ചെയ്യുന്നത് പുതിയ ഇറങ്ങാൻ പോകുന്ന ഡെയർ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസിന് വേണ്ടി തന്നെയാണ്. സോ ആ ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എക്കോ സീരീസിൽ കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. സോ ഡെയർ ബോൺ അഗെയിനെ കുറിച്ച് നമുക്ക് വേറെയും കുറച്ച് പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെറ്റ്ഫ്ലിക്സിനകത്ത് സീസൺ 2 നമുക്ക് പനിഷറിനെയൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഡെയറിനകത്ത് തന്നെ. ആൻഡ് പനിഷറായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്ന ജോൺ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, പുള്ളിക്കാരൻ ആക്ച്വലി ഈ ഒരു പുതിയ ഡെയർ സീരീസിൽ വരാൻ നല്ല രീതിയിൽ തന്നെ താല്പര്യമുണ്ട്. മിക്കവാറും നമുക്ക് എന്താണെങ്കിലും പനിഷറിനെ കാണാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് പുള്ളി ഫോർ ഓഡിയൻസ് പുള്ളിക്കാരൻ കൺഫേം ചെയ്തിട്ടുള്ളൊരു കാര്യം, പനിഷറിൻ്റെ ക്യാരക്ടറിന് ജസ്റ്റിസ് കൊടുത്തിരിക്കും. നിങ്ങൾ എന്താണോ നെറ്റ്ഫ്ലിക്സിനകത്ത് പനിഷറിനെ കണ്ടിട്ടുണ്ടായിരുന്നത് അതേ ആ ഒരു കട്ടക്കുള്ള ആ ഒരു ലെവലിലുള്ള പനിഷർ തന്നെ ആയിരിക്കാം നമുക്കിനി ഡിസ്നിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതെന്നാണ് ജോൺ ആക്ച്വലി പറയുന്നൊരു കാര്യം. ഇത് എത്രത്തോളം ശരിയാവുന്നതെന്നും നമുക്കറിയില്ല. കാരണം ഒരു ആക്ടറിനെ കൊണ്ട് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഒരു സ്റ്റുഡിയോയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം റീസെൻ്റ്ലി എക്കോ സീരീസ് അതാണ് ഞാൻ പറഞ്ഞത്, TV മെച്ചൂർഡ് എന്നൊക്കെ പറഞ്ഞ് അവർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം അതിനകത്ത് എന്ത് തേങ്ങയാണ് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം. സോ കണ്ടറിയേണ്ടത് തന്നെയാണ്. പക്ഷേ ആസ് ഒരു ഫാൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്ക്, പുതിയ ഡെയർ സീരീസിനകത്ത് കിൻപിൻ, പനിഷർ, ഡെയർ ഈ 3 ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ആ ഒരു സീരീസ് വൻ പൊളിയാവും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ബാക്കിയെല്ലാം നമുക്ക് കണ്ടറിയാം. ഹോപ്പ്ഫുള്ളി അത് സംഭവിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡിസ്നിയുടെ ഭാഗത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു TV മെച്ചൂർഡ് ഷോ നേരത്തെ നെറ്റ്ഫ്ലിക്സ് എങ്ങനെയായിരുന്നു നമുക്ക് ഡെയർ തന്നെ അതേപോലെ നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാം. അത് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇനിയിപ്പോൾ DC കിടക്കാം. ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാൻ ലെഗസിയെക്കുറിച്ച് വേറെയും കുറേ പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി നമ്മൾ മാർവലിൻ്റെ സിനിമയായിട്ടുള്ള ആൻഡ്മാൻ ക്വാണ്ടമേനിയ, അതുകൂടാതെ തന്നെ ജെയിംസ് ഗണ്ണിൻ്റെ സിനിമയായിട്ടുള്ള ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുടെ 3ാം പാർട്ട് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തെല്ലാം ചില ഭാഗങ്ങളിൽ CGI നല്ലതായിരുന്നു, ചില ഭാഗങ്ങളിൽ CGI മോശമായിരുന്നു. ആൻഡ് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു CGI ടെക്ക് ഈ പറയുന്ന ഈ സിനിമകളിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ള ടെക്ക് ആയിരിക്കില്ല സൂപ്പർമാൻ ലെഗസിയിൽ യൂസ് ചെയ്യാൻ പോകണമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. തികച്ചും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പുതിയൊരു ടെക്നോളജി ആയിരിക്കും ഇവർ കൊണ്ടുവരുന്നത്. കാരണം ഈ ഒരു CGI എൻറ്റയർലി ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ വേണ്ടി തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചില ഷോട്ട്സ് ആ സിനിമയ്ക്കകത്തല്ലാതെ നല്ലതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ചില ഷോട്ട്സൊക്കെ വൻ ദുരന്തമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ജെയിംസ് ഗൺ പുതിയൊരു ടെക്കായിരിക്കും ഇതിൽ കൊണ്ടുവരാൻ പോകുന്നത്. ആൻഡ് CGI പുള്ളിക്കാരൻ കൺഫേം ചെയ്യുന്നത് സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ പൊളിയായിരിക്കും എന്നാണ് കണ്ടറിയാം സിനിമ ഇറങ്ങിക്കുമ്പോൾ. അത് കൂടാതെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു, സൂപ്പർ ഗേളിൻ്റെ ഒരു കമിയോ നമുക്ക് ഈ ഒരു സിനിമയിൽ ലഭിക്കും എന്നുള്ളൊരു കാര്യം. സൂപ്പർ ഗേളിൻ്റെ കാസ്റ്റിംഗ് എല്ലാം നടക്കുന്നുണ്ട്. നമുക്ക് റീസെൻ്റ്ലി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹൗസ് ഓഫ് ഡ്രാഗണിനകത്ത് എന്താ പറയുക ആ ഒരു ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരി ആയിരിക്കാം ചിലപ്പോൾ ഇതിനകത്ത് വരാൻ പോണേ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടില്ല. കാസ്റ്റിംഗ് ഇപ്പോഴും ഓൺ ഗോയിങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണ് ഈ സൂപ്പർമാൻ ലെഗസി സിനിമയ്ക്കകത്ത് നമുക്ക് എന്താണ് ഈ സൂപ്പർ ഗേളിൻ്റെ ഒരു കമിയോ ലഭിക്കുമെന്ന് ജെയിംസ് ഗൺ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എക്സൈറ്റഡ് തന്നെയാണ് എന്താണ് ഈ ഒരു പുതിയ DC യൂണിവേഴ്സിനകത്ത് അവർ ചെയ്യാൻ പോകണമെന്നുള്ളൊരു കാര്യം കാണാൻ വേണ്ടി. നമുക്ക് പ്രതീക്ഷിക്കാം, ശുഭാപ്തി പ്രതീക്ഷ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ജെയിംസ് ഗണ്ണിൻ്റെ തന്നെ സീരീസ് ആയിട്ടുള്ള പീസ് മേക്കറിൻ്റെ സീസൺ 2 നമുക്ക് പുതിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ലഭിക്കുമെന്നാണ് ജെയിംസ് ഗൺ പറയുന്നത്. ആദ്യത്തെ സീസൺ 1 തന്നെ ഇൻട്രോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇൻട്രോ തന്നെയായിരുന്നു. ഞാൻ സ്കിപ്പ് ചെയ്യാതെ ഞാൻ കാണുമായിരുന്നു ആ ഒരു പാട്ട്. സോ പുതിയ പാട്ട് എന്തായിരിക്കും എന്നുള്ളൊരു കാണാൻ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. ജോൺ സീനയുടെ വേറെ കുറേ വെറൈറ്റി സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് സോണിയുടെ ഭാഗത്തേക്ക് പോവാം. റീസെൻ്റ്ലി സോണിയുടെ പുതിയതായിട്ട് വരാൻ പോകുന്ന സിനിമകളെക്കുറിച്ച് അവരൊരു ലിസ്റ്റ് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല, വെനം 3 ഫൈനലി അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോസിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രീ പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഫിലിമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. സോ ഒഫീഷ്യലായിട്ട് സോണി അനൗൺസ് ചെയ്തു. ഇപ്പോൾ ജസ്റ്റ് വെനം 3 എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചിലപ്പോൾ
മിക്കവാറും വെനം 2-നകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ലെറ്റ് ദെയർ ബി കാർണേജ് എന്നായിരുന്നു ആ ഒരു സിനിമയുടെ ഫുൾ നെയിം. സോ ഇതിനകത്തും ഫൈനലി ഫിലിം പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും വെനം 3 എന്നുള്ള പേര് മാറി വേറെ എന്തെങ്കിലും അഡീഷണൽ ടൈറ്റിലും കൂടി ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും സ്പൈഡർമാനെ കാണാൻ കഴിയില്ല എന്നൊരു കാര്യം. അതിനകത്ത് നമുക്ക് ഇപ്പോഴും നമുക്കൊരു എന്താ പറയണ്ടേ, ഒരു സോഴ്സും കാര്യങ്ങളൊന്നും നമുക്കൊരു കൺഫേം ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ ആൻഡ്രൂ ഗ്രാഫിലിനെ കൊണ്ടുപോവുക. കാരണം ട്രിയോളജി ആണല്ലോ, കാരണം ഇത് 3-ാമത്തെ സിനിമയാണ്. സോ അങ്ങനെയെങ്കിലും വെനത്തിൻ്റെ ക്യാരക്ടറിന് ഒരു ജസ്റ്റിസ് കൊടുക്ക്, സ്പൈഡർമാനെ ഈ യൂണിവേഴ്സിറ്റി സോണി കൊണ്ടുവരൂ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ വില്ലൻ്റെ കാര്യത്തിൽ നമുക്ക് ഏകദേശം ഒരു ടീസ് ലെറ്റ് ദെയർ ബി കാർണേജ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കാർണേജിനെയാണല്ലോ നമ്മൾ ലാസ്റ്റ് സിനിമയ്ക്കകത്ത് കണ്ടത്. സോ ഈ സിനിമയ്ക്കകത്ത് മിക്കവാറും ടോക്സിൻ ആകാം മെയിൻ വില്ലൻ ആകാം, നല്ല ടോക്സിൻ ആണ് മെയിൻ വില്ലൻ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ടോക്സിനെ കാണാൻ വേണ്ടി ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. കോമിക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റിയ ഒരു കിഡിലനായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് ടോക്സിൻ. ഞാൻ പറഞ്ഞ സ്പോയിലർ ആക്കുന്നില്ല ആരാണ് ടോക്സിൻ എന്നുള്ള കാര്യം. സോ നമുക്ക് പ്രതീക്ഷിക്കാം അവർ നല്ല രീതിയിൽ തന്നെ ടോക്സിനെ ആവിഷ്കരിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 6 റേറ്റിംഗ് കൊടുക്കുക. ക്രേവൻ്റെ സിനിമയ്ക്കകത്ത് അവർ മെച്ചൂർ റേറ്റിംഗ് കൊടുത്ത പോലെ വെനത്തിൻ്റെ 3-ാം സിനിമയ്ക്ക് എന്തായാലും മെച്ചൂർ റേറ്റിംഗ് വേണം. അത് മാത്രമേ എനിക്ക് സോണിയോട് എനിക്ക് പറയാനുള്ളൂ. നമുക്ക് പ്രതീക്ഷിക്കാം സോണി അത് കൊടുക്കുന്ന ഒരു കാര്യം. അത് പറയുമ്പോൾ തന്നെ സോണി വേഴ്സിനകത്ത് ഇനി അടുത്ത വരാൻ പോകുന്ന സിനിമയാണ് മാഡം വെബ്. നിങ്ങൾക്ക് ആർക്കും അറിയില്ലെങ്കിൽ കുറേ കിടിലനായിട്ടുള്ള പ്രൊമോഷൻ ടീസും ഒക്കെ അവരെന്താണെങ്കിലും എല്ലാ ദിവസവും സോണിയുടെ ചാനലിനകത്ത് ഇടുന്നുണ്ട്. ആരും കാണുന്നില്ല, ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് മാത്രമാണ് ലഭിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ February 14th, അതായത് വാലന്റൈൻസ് ഡേയുടെ അന്നാണ് സിനിമ റിലീസ് ചെയ്യാൻ പോണത്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഡക്കോട്ട ജോൺസനെ കാണാൻ എന്നുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതാണ്. സോ ഇനി നമുക്ക് മോൺസ്റ്റർ വേഴ്സിലേക്ക് തന്നെ നമുക്ക് പോകാം. മോൺസ്റ്റർ വേഴ്സിന്റെ പുതിയ സിനിമയായിട്ടുള്ള ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് ഡേറ്റ് അവർ പ്രീപോണ്ട് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നേരത്തെ ഏപ്രിലായിരുന്നു റിലീസ് ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ മാർച്ച് 29-ാം തീയതിയിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. അത് ആസ് എ ഫാൻസ് നമുക്ക് എല്ലാവർക്കും എക്സൈറ്റഡ് ആക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം സൂപ്പർ ഹീറോ ജോണർ ഇപ്പോൾ എല്ലാവർക്കും ഒരു ക്ലീഷിയായി മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. സോ മോൺസ്റ്റർ വേഴ്സ് ഉയർത്തെഴുന്നേക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് അതുകൂടാതെ ഒഫീഷ്യലായിട്ട് WBയുടെ ഭാഗത്ത് നമുക്ക് വേറെ കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്കാർ കിങ് എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയ്ക്കകത്ത് ഫീച്ചർ ചെയ്യുന്ന വില്ലൻ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു വില്ലനാണ്. മോൺസ്റ്റർ വേഴ്സിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിനേക്കാളും ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ളൊരു വില്ലനായിരിക്കും സ്കാർ കിങ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് സ്കാർ കിങ്ങിനെ ഒരിക്കലും ഒരു ടൈറ്റന് ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല. അതായത് ഗോഡ്സിലേക്ക് ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ കഴിയില്ല, കോങ്ങിനും ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടി ടീമപ്പ് ചേർന്ന് എന്താണെങ്കിലും ഈ ഒരു വില്ലനെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സോ നമുക്ക് നോക്കാം. അറ്റ്ലീസ്റ്റ് ഞാൻ WBയോട് ഇത്രേ പറയുന്നുള്ളൂ. ഇതിനു മുമ്പ് ഗോഡ്സില vs കോങ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വന്ന സമയത്ത് അവർ കുറേ സ്പോയിലേഴ്സ് ട്രെയിലറിനകത്ത് ഇട്ട് തന്നെ അവർ ഓഡിയൻസിൻ്റെ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് റൂയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇടരുതെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ ഇത്രയും നിങ്ങളോട് പറയുള്ളൂ. ഇനി ഒരു ട്രെയിലറും വാച്ച് ചെയ്യരുത്. കാരണം ചിലപ്പോൾ അവരെന്താണെങ്കിലും വേറെ അന്ന് നമ്മളെ ഗോഡ്സിലെ കാണിച്ച പോലെ ഇതും അവർ ചിലപ്പോൾ സ്പോയിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് പറയുമ്പോൾ തന്നെ സൂപ്പർ ബോൾ എന്താണെങ്കിലും അടുത്ത് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഫെബ്രുവരിയിലാണ്. സൂപ്പർ ബോളിനകത്ത് നമുക്ക് വേറെയും കുറേ സിനിമകളുടെ ട്രെയിലർ നമുക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. സോ എന്താണെങ്കിലും ഗോഡ്സില എക്സ് കോങ്ങിൻ്റെയും നമുക്കൊരു ട്രെയിലർ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ദയവ് ചെയ്ത് റൂയിൻ ചെയ്യരുത്, അത്രേ എനിക്ക് WBയോട് പറയാനുള്ളൂ. സോ ഇതാണ് നമുക്ക് എന്താണെങ്കിലും മോൺസ്റ്റർ വേഴ്സിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം തന്നെ. ഇനി നമുക്ക് മാർവലിലേക്ക് പോവാം. മാർവലിൻ്റെ തണ്ടർ ബോൾട്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അതിനകത്ത് നമുക്ക് റീസെൻ്റ്ലി അറിയാവുന്ന തന്നെയാണ് സെൻട്രിയുടെ ക്യാരക്ടറിനെ അവർ സ്റ്റീഫൻ എന്നിനെ വെച്ച് അവർ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അതിൽ നിന്ന് മാറിയായിരുന്നു. സോ കറൻ്റ്ലി മാർവൽ പുതിയ സെൻട്രിയെ റീകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നൊരു കാര്യമാണ് നമുക്ക് തണ്ടർ ബോൾട്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വേറെ കുറേയധികം ചെറിയ അപ്ഡേറ്റ്സ് പല സിനിമകളുടെയും സീരീസുകളുടേതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായത്. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെ ആമസോൺ പ്രൈം സ്റ്റുഡിയോസിനകത്ത് നമുക്ക് സോണിയുടെ മോസ്റ്റ് അക്ലെയിംഡ് ഗെയിം ആയിട്ടുള്ള ഗോഡ് ഓഫ് വാറിൻ്റെ ഒരു ലൈവ് അഡാപ്റ്റേഷൻ നമുക്ക് ലഭിക്കാൻ പോകാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. അതായത് ആമസോൺ ഏത് ലെവലിൽ ക്രേറ്റോസിനെയൊക്കെ ചെയ്യുന്നൊരു കാര്യം നമുക്ക് എന്താണെങ്കിലും ഇറങ്ങിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ആമസോണിൻ്റെ ഈ കുറേ കാശുണ്ട്. ജെഫ് ബീസോസ് ഒബ്വിയസ്ലി നമുക്ക് തന്നെ പ്രതീക്ഷിക്കാം നല്ലൊരു സീരീസ് ആകട്ടെ എന്നുള്ളൊരു കാര്യം തന്നെ. അത് പറയുമ്പോൾ തന്നെ ജെയിംസ് ക്യാമറോണിൻ്റെ അവതാറിൻ്റെ 4ാമത്തെ പാർട്ടിൻ്റെ ഷൂട്ടിംഗ് അവർ അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുക തന്നെയാണ്. സോ നമുക്ക് വീണ്ടും കുറേയധികം ദൃശ്യവിസ്മയങ്ങളെല്ലാം കാണാൻ നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാം. ഇനി സ്റ്റാർ വാർ ഫാൻസിനോട് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം മാൻഡലോറിയൻ സീരീസ് തീർന്നു കഴിഞ്ഞപ്പോഴത്തേ എല്ലാവരും വിചാരിച്ചു ഇനിയൊരു സീരീസ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നവരോട് സീരീസിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊരു അപ്ഡേറ്റ് കിട്ടിയില്ല. പക്ഷേ പീഡ്രോ പാസ്കലിൻ്റെ പുതിയ മാൻഡലോറിയൻ്റെ സിനിമ വരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് ഒഫീഷ്യലായിട്ട് ലൂക്കാസ് ഫിലിംസിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
സോ നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഗ്രോഗുവിൻ്റെയും മാൻഡ്ലോറിയൻ്റെയും ഒരു ഫുൾ ഫീച്ചേർഡ് സിനിമ കാണാൻ? ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. ആൻഡ് മാൻഡ്ലോറിയൻ്റെ ഒറിജിനൽ ക്രിയേറ്റേഴ്സ് തന്നെയായിരിക്കും ഇതിൻ്റെയും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം, സ്റ്റാർ വാർസിൻ്റെ ഭാഗത്ത് നമുക്ക് നല്ലൊരു മാൻഡ്ലോറിയൻ്റെ സിനിമ കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ആനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ വൺ പീസ് ഫാൻസിനോട് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഫൈനലി വാനോ ആർക്ക് തീർന്നിരിക്കുക തന്നെയാണ്. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ വാനോ ഇന്ന് വൺ പീസ് എഗ് ഹെഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതൊരു കുറേയും കൂടി എഗ് ഹെഡ് ആർക്ക് എന്ന് പറയുന്ന മാംഗോ വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുറേയും കൂടി റിവീൽസ് കാണിക്കുന്ന ഒരു ആർക്കാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വാനുവിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ, കാരണം എനിക്കറിയില്ല. ബട്ട് മാംഗോ വായിക്കുന്നവൻ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സുമാണ് പറഞ്ഞത് റിവീൽസ് ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എഗ് ഹെഡ് ലഭിക്കാൻ പോകണം എന്നൊരു കാര്യം. സോ അതാണ് ആനിമിയുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഇനി നമുക്ക് കുറച്ചധികം ബാഡ് ന്യൂസ് അല്ലെങ്കിൽ സാഡ് ന്യൂസിലേക്ക് കിടക്കാം ഫോർ എവരി സൂപ്പർ ഹീറോ ഫാൻസ്. കാരണം ആദ്യം തന്നെ മിക്കവാറും ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന MCUൻ്റെ ടൈം ലൈനിലുള്ള സിനിമകളെല്ലാം ഡിലേ ആക്കാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. റീസെൻ്റ്ലി ജോണതൻ മേജേഴ്സിനെ അവർ ഫയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ മാർവൽ ഇപ്പോൾ കറൻ്റ്ലി ഡാമേജ് കൺട്രോൾ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. അതുകൂടാതെ തന്നെ ഫാന്റാസ്റ്റിക് ഫോർ സിനിമ അവർ എന്താണെങ്കിലും ഡിലേ ചെയ്യാമെന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പീഡ്രോ പാസ്കൽ ആ സിനിമയ്ക്കകത്തുകൊണ്ട് കറൻ്റ്ലി പീഡ്രോ പാസ്കൽ ലാസ്റ്റ് ഓഫ് അസ്, മാൻഡ്ലോറിയൻ്റെ സിനിമ ആ കാര്യങ്ങളെല്ലാം കൊണ്ട് ബിസി തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ഓഫ് അസിൻ്റെ പറഞ്ഞപ്പോൾ അതിൻ്റെ സീസൺ 2 അവർ അനൗൺസ് ചെയ്തു. ആബിയെ വരെ അവർ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓ ഗോഡ്, എത്ര കിടിലൻ സീസണായിരുന്നു സീസൺ 1. ഈ സീസൺ 2 അവർ കൊണ്ട് തുലയ്ക്കും. അത് എൻ്റെ കാര്യം. സോ ബേസിക്കലി ലെറ്റ്സ് കം ബാക്ക് ടു മാർവൽ. സോ അതുകൊണ്ട് തന്നെ ഫാന്റാസ്റ്റിക് ഫോർ സിനിമ അവരെന്താണെങ്കിലും ഡിലേ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. സോ മിക്കവാറും ചിലപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ ആ ഒരു പുതിയ സിനിമ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ അവർ കൊണ്ടുവന്ന് വെക്കാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാർവലിൻ്റെ ഒരു ടൈം ലൈനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. എന്താണെങ്കിലും കുറേയധികം ഡിലേസ് നമുക്ക് എന്താണ് ലഭിക്കുന്നത് തന്നെയാണ്. ആൻഡ് നിങ്ങൾ ആക്ച്വലി പുതിയ ദ മാർവൽ സിനിമയ്ക്ക് വേണ്ടി എക്സൈറ്റഡ് ആണെങ്കിൽ അത് ആക്ച്വലി OTTയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാവുന്നത് തന്നെയാണ്. സോ ഇതാണ് മാർവലിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് തികച്ചും MCUവിലല്ല, പക്ഷെ എന്നാലും MCUവിലേക്ക് റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ സെപ്പറേറ്റ് എൻട്രി ആയിട്ടുള്ള ഡെഡ്പൂൾ 3നെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാം. സോ ഡെഡ്പൂൾ 3യെ കുറിച്ച് ഒത്തിരിയധികം കമിയോസും ഒത്തിരിയധികം റൂമേഴ്സും കാര്യങ്ങളെല്ലാം അവിടെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. കാരണം നമ്മൾ കേൾക്കാത്ത ക്യാരക്ടേഴ്സ് വരെ സിനിമയ്ക്കകത്തുണ്ട്, മെഫിസ്റ്റോ വരെ ഉണ്ടെന്നൊക്കെ കാര്യങ്ങളെല്ലാം ആണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള റൂമേഴ്സൊക്കെ എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല. സോ കമിയോസിനെ കുറിച്ചൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്കിപ്പോൾ കൺഫേം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. X-23 നമ്മൾ ലോഗനിൽ കണ്ടിട്ടുണ്ടായിരുന്ന X-23 അത് ആക്ച്വലി ബേസ്ഡ് ഓൺ വെപ്പൺ X തന്നെയാണ്, അതായത് വോൾവറിനെ ബേസ്ഡ് ആയിട്ട് തന്നെയാണത്. ആൻഡ് X-23 എന്താണോ X-23യുടെ കോമിക്സ് ബുക്ക് ക്യാരക്ടറിനകത്ത് ആ ഒരു ക്യാരക്ടർ വിയർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ സെയിം ഔട്ട്ഫിറ്റ് തന്നെ ആയിരിക്കും ഈ സിനിമയ്ക്കകത്തും X-23 ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ വൂൾവറിൻ്റെ കാര്യം ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്താണെങ്കിലും കുറേയധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ക്ലാസിക് വൂൾവറിൻ്റെ കോസ്റ്റ്യൂം ഇട്ടായിരിക്കും ഹ്യൂ ജാക്ക്മാൻ സിനിമയ്ക്കകത്ത് വരാൻ പോണേ. ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്, ഞാൻ ഭയങ്കര വലിയ ഫാൻ തന്നെയാണ്. ഇനി ഏറ്റവും വലിയ റിവീൽ, ഡെഡ്പൂൾ 3യുടെ ട്രെയിലർ നമുക്ക് എന്താണെങ്കിലും ഫെബ്രുവരി ലഭിക്കുന്നത് തന്നെയാണ്. കാരണം ഫെബ്രുവരി സൂപ്പർ ബോളിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു ഗോഡ്സില എക്സ് കോങ്ങിൻ്റെ ട്രെയിലർ നമുക്ക് ലഭിക്കുക എന്നുള്ളൊരു കാര്യം. കാരണം മാർവലിൻ്റെ ഇപ്പോഴത്തെ ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് വേറെ സിനിമകളും സീരീസുകളൊന്നും ഇല്ല. സോ എന്താണെങ്കിലും മാർവൽ സൂപ്പർ ബോളിൽ വന്നിട്ട് ഡെഡ്പൂൾ 3യുടെ ട്രെയിലർ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബോംബ് ഇട്ടിട്ട് പോകുന്നുള്ളൊരു കാര്യത്തിൽ ഒരു പ്രതീക്ഷയില്ല. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഫെബ്രുവരി ഫസ്റ്റ് ഹാഫിലാണ് നമുക്ക് എന്താണ് ഈ സൂപ്പർ ബോൾ നടക്കുന്ന ആ ഒരു ഗെയിം നടക്കുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് ടീസർ എങ്കിലും നമുക്ക് ഡെഡ്പൂൾ 3ൻ്റെ കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ 95% നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാം. സോ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. നിങ്ങൾ ഈ സിനിമയ്ക്ക് എക്സൈറ്റഡ് ആണോ അല്ലേ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. മെച്യൂർ റേറ്റിംഗ് മര്യാദയ്ക്ക് കൊടുക്കും മാർവൽ, അത്രേ ഞാൻ പറയുള്ളൂ. കാരണം ഡെഡ്പൂളിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ 2 സിനിമയും നമ്മൾക്ക് ഭയങ്കര റേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് കണ്ടത്. സോ നമുക്ക് ആ ഒരു ശുഭാപ്തി പ്രതീക്ഷ മാത്രം വയ്ക്കാം. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ഈ ആഴ്ചയിലുള്ള പുതിയ ന്യൂസും അതുകൂടാതെ തന്നെ പുതിയ സിനിമകളുടെ സീരീസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാതെ തന്നെയാണ്. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എല്ലാം ചെയ്യാതെ തന്നെയാണ്. സോ നിങ്ങൾ ഇതിനകത്ത് ഏത് പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് എക്സൈറ്റഡ് ആയെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.